മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഉർവശി. വലിയൊരു ആരാധക നിരയെ തന്നെയാണ് ഉർവശി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഉർവശിയും മനോജ് കെ ജെയിനും തമ്മിലുള്ള വിവാഹം ആരാധകർക്ക് സന്തോഷം നിറഞ്ഞ ഒന്നായിരുന്നു. ഇരുവരും ഒരുമിച്ച് ഒരു മികച്ച ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞ് ജീവിതത്തിലേക്കും ഒരുമിച്ചെത്തി. അത് വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും കണ്ടത്. എന്നാൽ അധികം ആയുസ് ആ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു മകളുടെ ജനനം കഴിഞ്ഞ് ഇരുവരും വേർപിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. അതും വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു വേർപിരിയം. അതിനുശേഷം ഉർവശിയെ കുറിച്ച് എവിടെ സംസാരിച്ചാലും വളരെ മാന്യമായി മാത്രമേ മനോജ് കെ ജെയിൻ സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കൽ മകൾ സിനിമയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മകൾ തേജ, അതേപോലെ അവളുടെ അമ്മയും ഒരു വെർസറ്റൈൽ ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. എപ്പോഴും ഉർവശിക്ക് ഒരു മാന്യത നൽകിയാണ് മനോജ് കെ ജെയിൻ സംസാരിക്കാറുള്ളത് എന്നത് ശ്രദ്ധ നേടിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴിതാ അടുത്ത കാലത്ത് ശ്രദ്ധ നേടിയത് മകൾ അഭിനയിച്ച സമയത്ത് പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ഉർവശിയെ കുറിച്ച് വികാരാധീനായ മനോജ് കെ ജെയിന്റെ വീഡിയോ ആയിരുന്നു. അവൾക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ്. സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടിയാണ് നിന്റെ അമ്മ എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത് പറഞ്ഞുകൊണ്ട് അറിയാതെ മനോജ് കെ ജെയിൻ കരഞ്ഞു പോവുകയും മകൾ കുഞ്ഞാറ്റ അച്ഛനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധ നേടിയിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിന് വന്ന ഉർവശിയോട് ഈ ചോദ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വികാരാതീതനായി മനോജ് കെ ജെയിൻ സംസാരിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഉർവശി ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. ഇത്രയും വികാരാതീതനാവുന്നതിന് മുൻപ് നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ പല പിരിയലുകളും വേർപ്പെടലുകളും ഒഴിവാക്കാമായിരുന്നു. ഇങ്ങനെയാണ് വാക്കുകളിടറി ഉർവശി പറഞ്ഞത്. മാത്രമല്ല അതിനെക്കുറിച്ച് കൂടുതൽ തനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കില്ല എന്നതുപോലെ ഇടറിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇടറിക്കൊണ്ട് വാക്കുകൾ വേദനയോടെ പറയുകയും ചെയ്തു. ഇനി ഒന്നും തനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് ഓണാശംസകൾ പറഞ്ഞ ഉർവശിയുടെ കണ്ണുകൾ നിറഞ്ഞത് എല്ലാവരും വ്യക്തമായി കണ്ടു. പല വേർപാടുകളും നേരത്തെ ഒഴിവാക്കാമായിരുന്നു. ചില കാര്യങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒട്ടും പിരിയാൻ മനസ്സില്ലാതെയാണ് ഇരുവരും പിരിഞ്ഞത് എന്നും ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹത്തിന്റെ കണിക എവിടെയോ ബാക്കിയില്ലേ എന്നുമാണ് ആളുകൾ ചോദിക്കുന്നത്. ഇത്രയും പരസ്പരം സ്നേഹിച്ച രണ്ടുപേർ എന്തിനാണ് പിണങ്ങിയത്, എന്തിനാണ് പിരിഞ്ഞത്, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇങ്ങനെയായിരുന്നു ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്നത്. വേദനിപ്പിക്കുന്നുണ്ട് ഈ വേർപിരിയൽ രണ്ടുപേരെയും, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. മകളുടെ കാര്യത്തിൽ അവരിപ്പോഴും നല്ല അച്ഛനും അമ്മയുമാണ്. എങ്കിലും ഉർവശി പറഞ്ഞത് കൃത്യമായ മറുപടി തന്നെയാണ്. ഇത്തരം മറുപടികൾ തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നൽകേണ്ടത്. തീർച്ചയായും ഈ ഒരു മറുപടി അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് പലരും ഇപ്പോൾ കമന്റുകളിലൂടെയും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം തന്നെ ഈ വീഡിയോ ശ്രദ്ധ നേടുകയും ചെയ്തു.